ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇങ്ക്സ്കേപ്പിൽ ഒലീവ് ഇല എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നാണ് നോക്കുന്നത്. ബെസിയർ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ക്ലിക്ക് ചെയ്യുക. ഒരു നേർ രേഖ താഴേക്ക് വരച്ച് അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് മൗസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടെ ഒരു രേഖ കിട്ടും. അതിന് ശേഷം സെലക്ഷൻ ടൂൾ എടുത്ത് ആ രേഖയെ സെലക്ട് ചെയ്യുക. ആ വര നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ഒബ്ജക്റ്റ് മെനുവിൽ പോയിട്ട് ഫിൽ ആൻഡ് സ്ട്രോക്ക് ക്ലിക്ക് ചെയ്യുക. ഫിൽ ആൻഡ് സ്ട്രോക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വലതുവശത്ത് ഒരു ജാലകം തുറന്നു വരും. അതിൽ നമ്മൾ സ്ട്രോക്ക് പെയിന്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. സ്ട്രോക്ക് പെയിന്റിൽ ഫ്ലാറ്റ് കളർ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആവശ്യമായ കളർ താഴെ ഗ്രീൻ കളർ ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ സ്ട്രോക്ക് സ്റ്റൈലിൽ പോവുക. ആവശ്യമായ ആ തണ്ടിന്, ഇലയുടെ തണ്ടിന് ആവശ്യമായ വണ്ണം ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആവശ്യമായ വണ്ണം അവിടെ നൽകിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു വിൻഡോ ക്ലോസ് ചെയ്യുക. അതിനുശേഷം ആ തണ്ട് നമുക്ക് ബെൻഡ് ചെയ്യണം. നമ്മളെ ചിത്രത്തിൽ കാണുന്നത് പോലെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന പോലെ ബെൻഡ് ചെയ്യാൻ വേണ്ടി രണ്ടാമത്തെ ടൂളായ എഡിറ്റ് പാത്ത് ബൈ നോഡ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് അതിന് ആവശ്യമായ രീതിയിൽ വളയ്ക്കുന്നു. ആ തണ്ടിനെ ആവശ്യമായ രീതിയിൽ ബെൻഡ് ചെയ്യും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി ചെയ്യാനുള്ള ഇലകൾ വരയ്ക്കാവുന്നതാണ്. അതിനു വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നത് നോക്കാം. ഇലകൾ വരയ്ക്കാൻ വേണ്ടി നമുക്ക് വൃത്തമാണ് ഇനി വേണ്ടത്. അതിന് നമ്മൾ ടൂൾ ബോക്സിൽ നിന്നും സർക്കിൾ ടൂൾ എടുത്തുകൊണ്ട് അവിടെ ഞാൻ റെഡ് കളർ കൊടുത്തുകൊണ്ട് ഒരു വൃത്തം വരയ്ക്കുന്നു. അതേപോലെ തന്നെ ആ വൃത്തത്തിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം. അതേപോലെ ഒരു വൃത്തം കൂടി നമുക്ക് വേണം. അതിനുവേണ്ടി നമ്മൾ എഡിറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് ക്ലിക്ക് ചെയ്യാം. ഒരു വൃത്തം കൂടി വന്നു. അതിനെ നമ്മൾ നീക്കി വെച്ചതിന് ശേഷം വേറൊരു കളർ, അവിടെ യെല്ലോ കളർ നൽകി. അതിനുശേഷം നമുക്ക് ആ യെല്ലോ കളറിന്റെ വൃത്തത്തിന്റെ ഒപ്പാസിറ്റി കുറയ്ക്കണം. അപ്പം താഴെ കാണാം, കളർ പാലറ്റിന് താഴെ ഒപ്പാസിറ്റി നമ്മൾ അവിടെ ഒരു 70 ഒക്കെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് അടിയിലുള്ള വൃത്തം തെളിഞ്ഞു വരുന്നത് കാണാം. അപ്പോൾ നമുക്കൊരു ഇലയുടെ ഷേപ്പ് അവിടെ കിട്ടും. ആ ഷേപ്പ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതിനു വേണ്ടി എന്ത് ചെയ്യണം, രണ്ട് വൃത്തവും ഒരുമിച്ച് സെലക്ട് ചെയ്യുക. അതിനുശേഷം പാത്ത് എന്ന് പറയുന്ന മെനുവിൽ പോയിട്ട് ഇന്റർസെക്ഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ഒരു ഇലയുടെ ആകൃതിയിൽ നമുക്കവിടെ ലഭിക്കും. ആ ഇലയുടെ ആകൃതി ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് അതിനാവശ്യമായ വലിപ്പം ക്രമീകരിച്ച് നിറം നൽകുക. ഇലയിൽ ഒരു തവണയോട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇനി അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. സെലക്ഷൻ ചെയ്തതിന് ശേഷം എഡിറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. അതല്ല എങ്കിൽ നമുക്ക് കൺട്രോൾ ഡി എന്ന് പറയുന്ന കീബോർഡിൽ കൺട്രോളും ഡിയും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വസ്തുവിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ പറ്റും. എന്നിട്ട് അതിനുശേഷം ആ തണ്ടിൽ, നമ്മൾ വരച്ചിരിക്കുന്ന തണ്ടിൽ ആ ഇലയെ ക്രമീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ക്രമീകരിക്കുമ്പോൾ നമുക്ക് ഒരേപോലത്തെ ഭാഗത്തേക്കുള്ള ഇലകളൊക്കെ ഒന്നിച്ച് വേണമെങ്കിൽ അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ഒന്നിച്ച് വെച്ച് കഴിഞ്ഞു. അതിനുശേഷം എന്ത് ചെയ്യാം, ഗ്രൂപ്പ് ആക്കണം. ഓബ്ജക്റ്റിൽ പോയിട്ട് ഗ്രൂപ്പ് ആക്കിയിരിക്കുക. ഗ്രൂപ്പ് ആക്കിയതിന് ശേഷം നമുക്ക് അതിന്റെ ആവശ്യമായ വലിപ്പം ക്രമീകരിക്കാം. അതിനുശേഷം നമ്മൾ ഈ ഒലീവ് ഇലയെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ക്ലാസ് ഫോൾഡറിൽ സേവ് ചെയ്യുക എന്നുള്ളതാണ്. ഫയൽ സേവ്. അവിടെ നമ്മൾ ലീഫ് എന്ന് പേര് കൊടുത്തുകൊണ്ട് നമ്മളുടെ ഇവിടെ ഞാൻ 10A എന്ന് പറയുന്ന ക്ലാസ്സിന്റെ ഫോൾഡറിന്റെ അകത്തേക്ക് ലീഫ് എന്ന് പറയുന്ന പേരിൽ എന്ത് ചെയ്യണം, അവിടെ സേവ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ ഞാൻ അവിടെ സെലക്ഷൻ ആണ് ക്ലിക്ക് ചെയ്തത്. അപ്പോൾ അവിടെ നെയിം എന്നുള്ളതിന്റെ നേരെ ക്ലിക്ക് ചെയ്ത് അവിടെയുള്ള ഡ്രോയിങ് എന്നുള്ളത് മാറ്റിയിട്ട് അവിടെ ലീഫ് .svg എന്ന് പറഞ്ഞ് അവിടെ സേവ് കൊടുത്തു. നിങ്ങളുടെ ഫോൾഡറിന്റെ അകത്തേക്ക് സേവ് ചെയ്യുക. ഇനി ഇതിനെ PNG ഫോർമാറ്റിലേക്ക് എങ്ങനെ എക്സ്പോർട്ട് ചെയ്യുന്നത് നോക്കാം. ഫയലിൽ പോയിട്ട് എക്സ്പോർട്ട് PNG ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വലതുഭാഗത്ത് ഒരു ജാലകം വരും. അവിടെ സെലക്ഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ റെസൊല്യൂഷൻ നമുക്ക് ഇപ്പം 96 മതി. പ്രിന്റ് ഒക്കെ ചെയ്യുന്നതാണെങ്കിൽ അവിടെ 300 DPI ഒക്കെ കൊടുക്കാം. അപ്പം ക്ലാരിറ്റി കൂടുതൽ കിട്ടും. അതിനുശേഷം നമ്മൾ അവിടെ ഫയൽ നെയിം താഴെ എക്സ്പോർട്ടും എക്സ്പോർട്ടേഴ്സും കാണാം. അവിടെ നമ്മൾ ഫയലിന് പേര് കൊടുക്കുക, leaf.png എന്ന് പേര് കൊടുത്തതിന് ശേഷം എക്സ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത് നമ്മൾ PNG ഇമേജ് ആയിട്ട്
എക്സ്പോർട്ട് ആവും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ക്ലാസ്സിൻ്റെ ഫോൾഡറിൽ നമ്മൾ ചെയ്ത ഇല സേവ് ആയിരിക്കും. അതിനുശേഷം ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.